ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമുക്ക് സുഖം അങ്ങനെ വന്നു. എനിക്കറിയാം സാർ, എൻ്റെ അടുത്ത് എന്തോ ചോദ്യമാണെന്ന് അറിയാം. അപ്പൊ ഈ ഇപ്പോഴും മനസ്സ് പ്രണയിക്കുന്നവരുടെ കൂടെയാണോ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കണം, ഓരോരുത്തരും പ്രണയിക്കണം എന്ന് തീർച്ചയായിട്ടും പറയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പ്രണയം പിന്നീട് പീഡനമായി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ പ്രണയത്തിൻ്റെതായ പരിശുദ്ധിയിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ആ പ്രണയം ചിലപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്കായിരിക്കും നയിക്കുക, ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും നയിക്കുക. പക്ഷെ അനുഭവം എങ്ങനെയാ? പോയോ? അല്ല, സ്വർഗത്തിലേക്ക് ഇതുവരെ സ്വർഗീയമായ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷെ ആ പ്രണയം അനുഭവിക്കുന്ന ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു വികാരത്തെക്കാട്ടിലും എന്തോ ഒരു വല്ലാത്തൊരു ശക്തിയും ഒരു സ്ട്രെങ്ത്തും ഒരു ബ്യൂട്ടിയും തരുന്നതാണ്. അതുകൊണ്ട് പ്രണയിതാക്കളോടൊപ്പം തന്നെയാണ് എന്നും ഞാനുള്ളത്. പക്ഷെ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പ്രണയിതാക്കൾക്കൊരു ദിവസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മദേഴ്സ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, പല ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ത്യ ആസ് എ കൺട്രി എപ്പോഴും വളരെ ഇമോഷണലായ ഒരു കൺട്രിയാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല തൂവാനത്തുമ്പകൾ ഉൾപ്പെടെ ദിൽ തോ പാഗൽ ഹെ, മൊഹബത്തേൻ, അതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ഹിന്ദി മൂവീസ് അല്ലെങ്കിൽ മലയാളം മൂവീസ്, പ്രണയ കഥകൾ കണ്ടു വളർന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ നമ്മൾ പ്രണയത്തിന് ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ പ്രണയം എപ്പോഴാണ് നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം അതൊക്കെ ഇതിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രകടിപ്പിക്കുന്ന രീതിയിലൂടെ ആയിരിക്കാം. കാരണം പല രാജ്യങ്ങളിലും പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ ഉണ്ട്, അതിന് നമുക്കൊരു പ്രൈവസി ഇല്ല. ആ രീതിയിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് വാലന്റൈൻസ് ഡേ വേണോ അങ്ങനെയൊക്കെയുള്ളത് വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.